കേരളത്തിൽ നിന്നുള്ള അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ സമരത്തിലേക്ക്. നാളെ മുതൽ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കും. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ അന്യായ നികുതിയിലും പിഴയിലും പ്രതിഷേധിച്ചാണ് സമരം. ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ സർവീസ് നിർത്തിവെക്കുമെന്ന് ലക്ഷറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ഇന്ത്യയും സൗദിയും അടുത്ത വർഷത്തെ ഹജ്ജ് കരാറിൽ ഒപ്പുവെച്ചു. ജിദ്ദയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും സൗദി ഹജ്ജ് ഉംറ മന്ത്രി തൗഫീഖ് അൽ റബിയുമുമാണ് കരാർ ഒപ്പുവെച്ചത്. ജിദ്ദയിൽ വെച്ചാണ് 2026 ഹജ്ജ് കരാർ ഇന്ത്യയും സൗദിയും ഒപ്പുവെച്ചത്. അമേരിക്കയിൽ 40 ദിവസത്തെ സ്തംഭനാവസ്ഥയ്ക്ക് വിരാമം വിട്ടുകൊണ്ട് ഷട്ട് ഡൗൺ അവസാനിക്കുന്നു. സെനറ്റിൽ ഒത്തുതീർപ്പായതോടെയാണ് അടച്ചുപൂട്ടൽ അവസാനിക്കുന്നത്. ജനുവരി 31 വരെ ധനവിനിയോഗത്തിന് അനുമതിയായി. ആരോഗ്യ പരിരക്ഷാ നികുതി ഇളവ് ഇപ്പോഴില്ല. ജീവനക്കാരെ പിരിച്ചുവിടുന്ന നടപടിയും മരവിപ്പിക്കും. US കോൺഗ്രസിന്റെ അനുമതി ഉടനുണ്ടാവും. 16 വയസ്സിന് താഴെയുള്ളവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വിലക്കി ഓസ്ട്രേലിയ. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് നടപടിയെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് വ്യക്തമാക്കി. നിർമ്മാണ ശേഷമുള്ള വലിയ അറ്റകുറ്റപ്പണിക്കായി ഇടുക്കി വൈദ്യുതി നിലയം നാളെ മുതൽ 1 മാസം അടച്ചിടും. 3 ജനറേറ്ററുകളുടെ അറ്റകുറ്റപ്പണിക്കായിട്ടാണ് മൂലമറ്റം പവർ ഹൗസ് താൽക്കാലികമായ പ്രവർത്തനം നിർത്തുന്നത്. ഇതോടെ സംസ്ഥാനത്ത് 1 മാസം 24 കോടി യൂണിറ്റ് വൈദ്യുതിയുടെ കുറവാണ് ഉണ്ടാവുക.